വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമ്മൾ കോഡ് ഒന്ന് റീഫാക്ടർ ചെയ്യാം. നമ്മൾ കോഡിൽ ഈ ഡാറ്റാബേസിന്റെ കോഡ് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആഡ് എംപ്ലോയിലായാലും മറ്റുള്ള സ്ഥലത്തായി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നിടത്ത് നോക്കി കഴിഞ്ഞാൽ ക്ലാസ് ജസ്റ്റ് വിളിച്ച് ഇൻസ്റ്റൻസ് ഉണ്ടാക്കുന്നു. ആ ഇൻസ്റ്റൻസിൽ കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നു. ഈ എംപ്ലോയിലാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഒരു വേരിയബിൾ പാസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ഡാറ്റാബേസിൽ നമ്മൾ വേരിയബിൾസ് ഒന്നും പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെ കൺസ്ട്രക്ടർ ഒന്നും ഇല്ലാത്ത വേരിയബിൾസ് ഒന്നും പാസ് ചെയ്യേണ്ടത് ഇല്ലാത്ത ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ അത് സ്റ്റാറ്റിക് ക്ലാസ് ആക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റൻസ് ഇല്ലാതെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റാബേസ് ക്ലാസ്സിൽ കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റും. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം ഡാറ്റാബേസിൽ വന്നിട്ട് ഈ വേരിയബിൾസ് ഒക്കെ സ്റ്റാറ്റിക് ആക്കി മാറ്റും. അതായത് ഈ നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൂടെ കൊടുക്കും. അപ്പൊ പ്രൈവറ്റ് സ്റ്റാറ്റിക് ഹോസ്റ്റ്, പ്രൈവറ്റ് സ്റ്റാറ്റിക് DB നെയിം, പ്രൈവറ്റ് സ്റ്റാറ്റിക് യൂസർ നെയിം, പ്രൈവറ്റ് സ്റ്റാറ്റിക് പാസ്വേഡ്, പ്രൈവറ്റ് സ്റ്റാറ്റിക് കണക്ഷൻ. അപ്പൊ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ദിസ് എന്ന് പറഞ്ഞ് ആക്സസ് ചെയ്യുന്നതിന് പകരം സ്റ്റാറ്റിക് വേരിയബിൾസ് ഒക്കെ ആക്സസ് ചെയ്യുമ്പോൾ സെൽഫ് കോൾ എന്നുള്ളത്, അതായത് ഇതിൽ തന്നെ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സെൽഫ്, അതുപോലെ പബ്ലിക് സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആക്കണം. സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആക്കി, സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആക്കുമ്പോൾ തന്നെ എറർ വരും. ദിസിലൊക്കെ എറർ കാണാം. കനോട്ട് യൂസ് ദിസ് ഇൻ നോൺ ഒബ്ജക്ട് കണ്ടെക്സ്റ്റ്. ഇതൊരു ന്യൂ ഒബ്ജക്ട് അല്ല. അപ്പൊ ഇവിടെ അതിന് എന്താക്കണം, സെൽഫ് എന്ന് പറഞ്ഞിട്ട് കോളൻ കൊടുക്കണം. അതായത് ഇതേ ക്ലാസ്സിലുള്ള എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആ വേരിയബിളിന്റെ ആ ഒരു ഡോളർ സിമ്പിൾ കൂടെ വേണം. ഡോളർ സിമ്പിൾ മിസ്സായി പോയത്. അപ്പൊ എറർ വന്നത് കാണാം. ഉദാഹരണത്തിന് ഇവിടെ ദിസ് കണക്ഷൻ എന്നുള്ളത് തന്നെ സെൽഫ് എറർ വന്നു. അപ്പൊ ആ ഒരു ഡോളർ കൂടെ അവിടെ വേണം. ആ ദിസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് മാത്രമേ ഒഴിവാകുന്നുള്ളൂ. അപ്പൊ ഹോസ്റ്റിന്റെ ദിസ് ആരോ ഒഴിവാക്കി, ഹോസ്റ്റിന്റെ വേരിയബിളിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യാം, സെൽഫ് ഇടാം. ദിസ് ആരോ ഒഴിവാക്കാണ്. അതേപോലെ തന്നെ ഇവിടെയും പാസ്വേഡിനും ഒഴിവാക്കി. അപ്പൊ ഈ ഫയലിൽ എല്ലായിടത്തും നമ്മൾ ദിസ് യൂസ് ചെയ്യുന്ന മാറ്റിയിട്ട് സെൽഫ് കോളൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കി എറേഴ്സ് ഒന്നുമില്ല. ഈ ഫയലിൽ എറേഴ്സ് ഒന്നുമില്ല. ഇനി നമ്മൾ ഉപയോഗിക്കുന്നിടത്തും ഇതേപോലെ തന്നെ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അവിടെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഡാറ്റാബേസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഫയൽ റിക്വയർ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റാബേസ് എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം ഈ DB കണക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡാറ്റാബേസിന്റെ ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ ഡാറ്റാബേസ് ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം ഡാറ്റാബേസ് കോളൻ കണക്ട് എന്ന് കൊടുക്കുക. ഇതാണ് ആ ക്ലാസിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്ലാസ് ഉപയോഗിക്കുന്നത്, ആ ക്ലാസിന്റെ പേര് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ പേര്. അപ്പൊ അതിൽ കോളൻ അതിലുള്ള മെത്തേഡ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. പക്ഷേ ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് നമുക്ക് നെയിം സ്പേസ് ഉള്ളത് കൊണ്ട് ആ നെയിം സ്പേസ് കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡാറ്റാബേസിന്റെ നെയിം സ്പേസ് ഡയറക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് 1HRMS എന്ന് പറഞ്ഞ /ഡാറ്റാബേസ് എന്ന് പറഞ്ഞതിലുള്ള ആ ഡാറ്റാബേസ് ക്ലാസ്സിലുള്ള കണക്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എറേഴ്സ് ഒന്നുമില്ല, അത് വർക്കിംഗ് ആണ്. സേവ് ചെയ്ത് നോക്കാം. നമുക്കൊരു പുതിയ എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്ത് റിഫ്രഷ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് റിഫ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെർമിനൽ റൺ ചെയ്യുന്നിടത്ത് തന്നെ എറേഴ്സ് കാണാം. ഇവിടെ തന്നെ നേരത്തെ ഇപ്പോൾ എനിക്ക് ഇവിടെ എറേഴ്സ് ഒന്നുകൊണ്ട് റെഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഗ്രീൻ ആണ്, എറേഴ്സ് ഒന്നുമില്ല. സേവ് കൊടുത്തു, സേവ് വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഈ ചേഞ്ച് ചെയ്തത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ആ ചേഞ്ച് ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. ഇനി വേറെ എവിടെയൊക്കെ നമ്മൾ അതേപോലെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയും കൂടെ ഈ ചേഞ്ച് വരും. ഡിലീറ്റ് എംപ്ലോയിൽ നമ്മൾ ഡാറ്റാബേസ് കണക്ഷൻ ചെയ്യുന്നുണ്ട്. കണക്ട് ഓക്കെ. ഇവിടെ DBയിൽ വന്നിട്ട് ഒരു കണക്ട് കൊടുക്കാം. ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ആവശ്യമില്ല. ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഡയറക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ ഇവിടെ ഡയറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് യൂസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് കൊടുക്കാതെ ഡയറക്റ്റ് തന്നെ ഇതേപോലെ ആക്സസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മൾ ഇൻഡെക്സിൽ നമ്മൾ റീഡ് ചെയ്യുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, സ്റ്റാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാക്കി മാറ്റി. വേറെ എവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എംപ്ലോയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബേസ് മോഡൽ ഇല്ല, യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കൽ ചെയ്ത കോഡ് പിന്നീട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കാണുമ്പോൾ അത് ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന അപ്രോച്ചിനാണ് റീഫാക്ടർ ചെയ്യാന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒന്നും കൂടി കറക്റ്റ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ്, ട്രേറ്റ്, ഇന്റർഫേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫയൽ നെയിമും അതിന്റെ ക്ലാസ് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന നെയിമും രണ്ടും സെയിം ആയിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ എംപ്ലോയി ഈ ക്യാപ്സ് ആണ്, അതേപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിൽ കൊടുക്കണം. ഈ ക്യാപ്സ് ആണ് എംപ്ലോയി, അതേപോലെ തന്നെ അത് തന്നെയാണ് ക്ലാസിന്റെ നെയിമും. പിന്നെ അതേപോലെ ക്രൂഡ് ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ Cയും Iയും ക്യാപ്സ് ആണ്, അത് തന്നെയാണ് അതിന്റെ ഇന്റർഫേസിന്റെ നെയിം കൊടുത്തിട്ടുള്ളത്. ഇനി ട്രേറ്റിൽ വന്ന വാലിഡേഷൻ ട്രേറ്റ് എന്നാണ് ഫയലിന്റെ പേര്. Vയും Tയും ക്യാപ്സ് ആണ്, അതേപോലെ തന്നെയാണ് അതിന്റെ
വെയിറ്റിന്റെ നെയിമും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലോസും ചെയ്യുന്നുണ്ട്. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ക്ലോസ് ചെയ്യുന്നത് ഇവിടെ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്തും നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്, കണക്ഷന്റെ ക്ലോസ് വിളിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ കണക്ട് ചെയ്യാന്നുള്ളത് ഈ ഒരു ഡാറ്റാബേസ് ഫയലിന്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഫയലിന്റെ ഉത്തരവാദിത്തമായിരിക്കണം ക്ലോസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്കത് റീഫാക്ടർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ലോജിക്ക് നമുക്ക് ഈ ഒരു ഫയലിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഉണ്ടാക്കി, ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള, എന്നിട്ട് അതിൽ നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് സെൽഫ് കണക്ഷൻ നോട്ട് ഈക്വൽ ടു നൾ, ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്, നോട്ട് ഡബിൾ ഈക്വൽ ടു, അതായത് ട്രിപ്പിൾ ഈക്വൽ ടു പോലെ തന്നെ. അതായത് ഇങ്ങനെ ഒരു കണക്ഷൻ നൾ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കണക്ഷൻ ഉണ്ട്, ഓൾറെഡി ഇപ്പൊ കണക്ട് ചെയ്ത് നിൽക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സെൽഫ് ആ കണക്ഷനിലുള്ള ക്ലോസ് നമ്മൾ പുറത്ത് വിളിക്കുന്നുണ്ടല്ലോ, അതിനെ പുറത്ത് കണക്ഷനിൽ നമ്മൾ ക്ലോസ് ആണ് വിളിക്കുന്നത്, അതിനെ നമ്മൾ ഇവിടെ വിളിക്കുകയാണ്. എന്നിട്ട് സെൽഫ് കണക്ഷൻ അത് നള്ളാക്കി മാറ്റും, ആ വേരിയബിൾ നള്ളാക്കി ഇനിഷ്യലൈസ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുക. ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഡയറക്റ്റ് തന്നെ ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നള്ളാവുമ്പോൾ എറർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി എന്താണ്, ഒരു കൺസ്ട്രക്ട് ഫംഗ്ഷൻ പോലെ തന്നെ ഡിസ്ട്രക്ട് ഫംഗ്ഷൻ, കൺസ്ട്രക്ട് അണ്ടർസ്കോർ അണ്ടർസ്കോർ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞ കൺസ്ട്രക്ട് ഫംഗ്ഷൻ നമ്മൾ കണ്ടാണ്, എംപ്ലോയിൽ കണ്ടു. ആ ഫംഗ്ഷൻ വിളിക്കുന്ന എപ്പോഴാണ്, ഈ ക്ലാസിന്റെ ആ ഒരു ഇൻസ്റ്റൻസ് ക്ലാസ് ആക്സസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് കണ്ടു. അപ്പൊ അതേപോലെ തന്നെ ഡിസ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രക്ട് എന്താണ്, ഡിസ്ട്രക്ട് ചെയ്യുന്നത് ആ ഒരു ക്ലാസ് അതിന്റെ ആവശ്യം കഴിയുമ്പോൾ അതിനെ, ആ ഒരു ക്ലാസിനെ ഡിസ്ട്രോയ് ചെയ്യും. PHP തന്നെ ബൈ ഡിഫോൾട്ട് അത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ അത് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഡിസ്ട്രക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് എപ്പോഴാണോ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്, അപ്പൊ എന്ത് ചെയ്യണം, ഡാറ്റാബേസിന്റെ കണക്ഷൻ ക്ലോസ് ചെയ്യണം. സെൽഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സിലുള്ള ഈ ക്ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും, അതിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ, നമ്മളൊരു ക്ലാസ് സാധാരണ നമ്മൾ കൺസ്ട്രക്ട് ഒക്കെ ഉള്ള, നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് ആണെങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഡിസ്ട്രക്ട് കോൾ ആവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു ഡിസ്ട്രക്ട് നമുക്കിപ്പോ നമ്മളൊരു ക്ലാസ് സ്റ്റാറ്റിക് അല്ല, ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാറ്റിക് അല്ല, അല്ലാതെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവും. ഇനി അതല്ല, നമ്മൾ സ്റ്റാറ്റിക് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കൊടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ ക്ലോസ് ഒക്കെ കൊടുത്തെടുത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ക്ലോസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, ഡാറ്റാബേസിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യണം. ഡാറ്റാബേസിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡാറ്റാബേസിനെ ഡയറക്റ്റ് DB ക്ലോസ് ഒബ്ജക്റ്റിന്റെ ക്ലോസ് വിളിക്കുന്നതിന് പകരം അതിലെ ഫംഗ്ഷൻ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും അതേപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ക്ലോസ് വിളിക്കുന്നതിന് പകരം ഡയറക്റ്റ് അതിലുള്ള ഫംഗ്ഷൻ വിളിക്കാം. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മൾ ആ ഒരു ക്ലാസ് നമ്മളിപ്പോൾ ആക്സസ് ചെയ്യുന്ന ഡയറക്റ്റ് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് അല്ലാതെ ഇൻസ്റ്റൻസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്ട്രക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിസ്ട്രക്ട് കോളാവും. അപ്പൊ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, കൺസ്ട്രക്ട് ഫംഗ്ഷനും ഡിസ്ട്രക്ട് ഫംഗ്ഷനും ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റുകൾക്ക് മാത്രമാണ്. സ്റ്റാറ്റിക് ആയിട്ട് നിങ്ങൾ ഒരു ക്ലാസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്റ്റോ ഡിസ്ട്രക്റ്റോ എക്സിക്യൂട്ട് ആവുകയില്ല. ഇനി നമുക്ക് ഒരു employee.php ഫയലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് കാണാം, നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത്. ഇതേ കോഡ് അപ്ഡേറ്റിന്റെ അവിടെ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത കോഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റീയൂസബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റിയിട്ട് ഈ ഫയലിൽ തന്നെ കീപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കണം തൽക്കാലം, ആദ്യം അപ്ഡേറ്റ് എന്ന്, എന്നിട്ട് ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കാം. പ്രൈവറ്റ് ഫംഗ്ഷൻ സാനിറ്റൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി, എന്നിട്ട് അതിൽ ആ ഒരു ഫംഗ്ഷൻ ബ്ലോക്ക് ഇട്ടു. എന്നിട്ട് എന്താ ചെയ്യാം, ഈ അപ്ഡേറ്റ് എവിടെ നിന്നാണോ ഞാൻ കട്ട് ചെയ്ത് ആ ഭാഗത്ത് സാനിറ്റൈസ് അവിടെ വിളിച്ചു. അപ്പൊ അത് സാനിറ്റൈസ് ചെയ്യുന്ന നേരത്തെ ചെയ്ത പോലെ തന്നെ, പക്ഷെ നമുക്ക് കോഡ് രണ്ട് സ്ഥലത്ത് വരുന്നില്ല, ഇവിടെ ഞാനത് മാറ്റിയിട്ട് സാനിറ്റൈസ് ഫംഗ്ഷൻ വിളിക്കും. അപ്പൊ ഇങ്ങനെ മാക്സിമം നമുക്ക് എവിടെയൊക്കെ നിങ്ങൾ കോഡ് റിപ്പീറ്റ് ചെയ്യുന്ന കാണുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഒരു കോമൺ ഫംഗ്ഷൻ ആക്കി മാറ്റിയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും റീയൂസ് ചെയ്യുന്ന രീതിയിൽ വേണം കോഡ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത്, നമ്മൾ ഈ ഒരു ഇൻഡെക്സിൽ നമ്മൾ ഡാറ്റ റീഡ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ടിൽ ഫെച്ച് അസോക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. ഈ അസോക് എന്ന് പറഞ്ഞ ഫംഗ്ഷന് പകരം വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫെച്ച് അണ്ടർസ്കോർ ഒബ്ജക്റ്റ് എന്ന്. ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പേജ് ഞാൻ റീഫ്രഷ് ചെയ്തു. അപ്പോൾ വരുന്ന എറർ ഇതാണ്, അൺകോട്ട് എറർ, കനോട്ട് യൂസ് ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് സ്റ്റാൻഡേർഡ് ക്ലാസ് ആസ് അറേ. എന്നിട്ട് ലൈൻ നമ്പർ 50യിൽ നമ്മൾ അറേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് അറേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ അസോക്ക് ആണ് കുറച്ച് കൊടുത്തെങ്കിൽ അസോസിയേറ്റീവ് അറേ ആയിട്ട് യൂസ് ചെയ്യാം, അറേ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല ഫെച്ച് അണ്ടർസ്കോർ ഒബ്ജക്റ്റ് എന്നാണ് കൊടുത്തെങ്കിൽ ഇങ്ങനെ ഈ ID ഉപയോഗിക്കുന്നത് അറേക്ക് പകരം റോ ഓഫ്, നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, ഈ ആരോ ഇട്ടിട്ടാണ് ID ഇങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ, MySQL കണക്ഷൻ ഒക്കെ ചെയ്ത് ഡാറ്റ എടുക്കുമ്പോഴുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ആണത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നെയിം, അപ്പൊ എല്ലായിടത്തും ഒബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പൊ വർക്കിംഗ് ആണ്, എല്ലാം കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. നിങ്ങൾ
ഇങ്ങനെ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രൗസറിൽ അത് റീഫ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന്റെ റാം ഇന്നത്തെ കാലത്ത് ഒരു മിനിമം, അതായത് 2024 ഒരു മിനിമം നിങ്ങൾക്ക് ഒരു 16 GB റാമെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സിസ്റ്റം വർക്ക് ആവുള്ളൂ. ഒരു മിനിമം സ്പീഡെങ്കിലും കിട്ടുള്ളൂ. ഇനി അതല്ല നിങ്ങളുടെ സിസ്റ്റത്തിന്റെ റാം കുറവാണ്, 8 GB അതിൽ താഴെയൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈറസ് കയറിയിട്ടോ അല്ലെങ്കിൽ ജങ്ക് ഫയലൊക്കെ കാരണമായിട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. അങ്ങനെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്ത് വന്നോളുന്നില്ല. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റൺ ചെയ്യുന്ന ടെർമിനലിൽ പോയിട്ട് Ctrl+C അടിച്ചിട്ട് ആ PHP റൺ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ കമാൻഡ് കൊടുത്തിട്ട് റൺ ചെയ്യണം. എന്നിട്ട് വീണ്ടും ബ്രൗസറിൽ പോയിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം അത്യാവശ്യം ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി അതല്ല എന്നിട്ടും നിങ്ങൾക്ക് ആ റിഫ്ലക്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ റാം അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വരും. ഇനി നമുക്ക് ഈ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലുള്ള ഓപ്ഷൻസ് നോക്കാം. ഇൻക്ലൂഡ് വൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇൻക്ലൂഡ് വൺസ് പാർഷ്യൽ header.php ഫയൽ ഉണ്ട്. ഞാൻ ആ ഫയലിന്റെ പേരൊന്ന് മാറ്റി കൊടുക്കണം. ഒരു എ എന്നുകൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇൻഡെക്സ് ഫയലാണ്. ഞാൻ റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്തപ്പോൾ ഒരു വാർണിംഗ് മാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഹെഡർ വാർണിംഗ് ആയിട്ട് വന്നു. എന്നിട്ട് വാർണിംഗ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ വാർണിംഗ് നമുക്ക് PHP INI അതായത് PHPന്റെ കോൺഫിഗറേഷൻ ഫയലിൽ നമുക്ക് വാർണിംഗ് കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ PHP ഫയലിൽ തന്നെ നമുക്ക് കോഡ് കൊടുക്കാം. അപ്പൊ അതിന് ഈ ഫയലിൽ ഞാൻ ടോപ്പിൽ വന്നിട്ട് ഒരു PHP ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അവിടെ എറർ റിപ്പോർട്ടിംഗ്, PHPന്റെ എറർ റിപ്പോർട്ടിംഗ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. ഏതൊക്കെ എററാണ് കാണിക്കേണ്ടതെന്ന്, ഈ അണ്ടർസ്കോർ എററും ഈ അണ്ടർസ്കോർ പാസും എററോ അല്ലെങ്കിൽ പാർസ് എററോ ആണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തില്ല, ആ വാർണിംഗും ഇവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഹെഡറിലാണ് നമ്മള് എന്തുള്ളത്, CSS ഒക്കെ ഉള്ളത് കൊണ്ട് ആ സ്റ്റൈല് വരുന്നില്ല എന്നുള്ളൂ. പക്ഷെ എററൊന്നും ഇല്ല, വാർണിംഗും കാണിക്കുന്നില്ല. ഇനി അതിന് പകരം നമ്മളിവിടെ റിക്വയർ വൺസിന് പകരം ഇൻക്ലൂഡ് വൺസിന് പകരം റിക്വയർ വൺസ് ആണ് കൊടുത്തെങ്കിലോ എന്താണ് സംഭവിക്കാൻ നോക്കാം. റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു ഫാറ്റൽ എറർ ആണ്. ഫെയിൽ ടു ഓപ്പണിംഗ് റിക്വയർഡ് ഫയൽ പാർഷ്യൽസ് ഹെഡർ ഫയലിന്റെ പേരും പാത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇൻക്ലൂഡ് പാത്ത് എവിടെ നിന്നാണ് നമ്മൾ യൂസ് ചെയ്തതെന്നൊക്കെ കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ഫയലിന് എവിടേക്കാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ആ പാർഷ്യൽസ് എന്നുള്ളത് ആ ഫോൾഡറിൽ തന്നെ ഉള്ളതായിരിക്കണം. ഇനി ആ ഫോൾഡറിലല്ല ബാക്കിലേക്കാണ് പോകേണ്ടെങ്കിൽ നമുക്ക് ഒരു // കൂടെ കൊടുക്കാം. അപ്പൊ തൊട്ട് ബാക്കിലുള്ള ഫോൾഡറിലേക്ക്. അപ്പോൾ റിലേറ്റീവ് പാത്താണോ അബ്സല്യൂട്ട് പാത്താണോ നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് കറക്റ്റ് നോക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്, പാർഷ്യൽസ് എന്നുള്ളത് ഈ ഇൻഡെക്സ് എവിടെയാണോ ഉള്ളത് അതേ ഫോൾഡറിലുള്ള പാർഷ്യൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ. അപ്പൊ ഇൻഡെക്സ് ഉള്ളത് മെയിൻ ഫോൾഡറിലാണ്. അതിൽ തന്നെ നമുക്ക് പാർഷ്യൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിലുള്ള ഹെഡർ ആയിരിക്കണം ഉള്ളത്. അപ്പൊ അത് ഞാൻ റിക്വയർ വൺസ് മാറ്റിയിട്ട് ഞാൻ ഇൻക്ലൂഡ് വൺസിനാക്കാണ്. അപ്പൊ ഇതാണ് ഇൻക്ലൂഡും റിക്വയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ എറർ റിപ്പോർട്ടിംഗ് തന്നെയാണ്. ബൈ ഡീഫോൾട്ട് PHPന്റെ INIയിലൊക്കെ ചിലപ്പോൾ എറർ റിപ്പോർട്ടിംഗ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എറർ റിപ്പോർട്ടിംഗ് ഇതേപോലെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറേഴ്സ് കാണാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി അത് നമ്മൾ ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യാം. അപ്പം VS കോഡിൽ ഞാൻ എൻ്റെ ഈ ഒരു ഐക്കൺ, അതായത് സോഴ്സ് കൺട്രോൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് എല്ലാം കാണാൻ പറ്റും. ചേഞ്ചസ് ഓരോ ഫയലും കാണിക്കും. ആ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പഴയതും റൈറ്റ് സൈഡിൽ പുതിയ കോഡ് കാണാൻ പറ്റും. നേരത്തെ ഇവിടെ ഇൻക്ലൂഡ് ആയിരുന്നു, റിക്വയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ആ ഡാറ്റാബേസിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ട്രൂ ആക്കിയിട്ട് സ്റ്റാറ്റിക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് ആണോ നമ്മൾ വരുത്തിയെന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ ഒന്ന് നോക്കിയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാം അതൊക്കെ കറക്റ്റ് ആണോ, നമ്മൾക്ക് വേണ്ട ചേഞ്ച് തന്നെയാണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് സ്റ്റേജസ് നമ്മൾ ഗിറ്റ് ആഡ് കൊടുക്കൂലേ, അതിന്റെ സെയിം ഫംഗ്ഷനാലിറ്റി നമുക്ക് UI ചെയ്യാൻ പറ്റും. ഇനി ഡിലീറ്റും ഇതേപോലെ നോക്കാം. ഇതൊക്കെ നമ്മൾ ചേഞ്ചസ് കൊടുത്തതൊക്കെ വേണ്ടത് തന്നെയാണോ നോക്കാം. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ അത് ഒരു പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഇൻഡെക്സും ഇതേപോലെ തന്നെ വെരിഫൈ ചെയ്യാം, നമുക്ക് വേണ്ട ചേഞ്ചസ് ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, പ്ലസ് ക്ലിക്ക് ചെയ്തു. ഡാറ്റാബേസ് ഇതേപോലെ തന്നെ ഡാറ്റാബേസും ചെക്ക് ചെയ്തു, പ്ലസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ആക്ച്വലി ക്ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത് ഡയറക്റ്റ് വിളിക്കുന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് ഡിസ്ട്രക്റ്റിന്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളൂ. ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിസ്ട്രക്ട് ഫംഗ്ഷന്റെ ആവശ്യമുള്ളൂ. ആ ഡാറ്റാബേസും കൂടെ ആഡ് ചെയ്തു, ചേഞ്ച് ചെയ്തിട്ട് പിന്നെ എംപ്ലോയിയിൽ സാനിറ്റൈസ് ഒക്കെ മാറ്റിയതാണ്, റീയൂസബിൾ ആക്കിയതാണ്. അവിടെ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടെർമിനലിൽ ഇത് റൺ ചെയ്യുന്നുണ്ട്. പുതിയ ഒരു ടെർമിനലിലൂടെ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ Ctrl+T അല്ലെങ്കിൽ Command+T ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാബിൽ നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ആവും. അവിടെ ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ ഗ്രീനിൽ കാണും. ഞാൻ അവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഗ്രീനിൽ കാണാം. അവിടെ നിന്ന് എനിക്ക് കമ്മിറ്റ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മിറ്റ് ആണല്ലോ ചെയ്യേണ്ടത്. ഗിറ്റ് കമ്മിറ്റ് -m ഒരു റീസണബിൾ ആയിട്ടുള്ള മെസ്സേജ്, കോഡ് റീഫാക്ടറിങ് കോഡ് ക്ലോസ് ചെയ്തു, എന്നിട്ട് കമ്മിറ്റ് ചെയ്തു, ഗിറ്റ് പുഷ് ചെയ്തു, പുഷ് കൊടുത്തു. നമ്മളിനി നമ്മൾ റെപ്പോസിറ്ററിയിൽ വന്ന് നോക്കാം. ഗിറ്റബിൽ വന്നു, റെപ്പോസിറ്ററിയിൽ വന്നൊന്ന് റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ് അവിടെ കാണാൻ പറ്റും. ആ കമ്മിറ്റിന്റെ URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെസ്സേജ് എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തെന്നുള്ള അവിടെയും കാണാൻ പറ്റും.